നാട്ടുചന്തയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പെണ്ണൂക്കര കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ പഠനക്കിറ്റ് വിതരണം നടത്തി. നിരവധി പേർ പങ്കെടുത്തു. അമ്പലമുറ്റത്ത് തുടങ്ങിയ നാട്ടുചന്ത എന്നത് ചെങ്ങന്നൂർ പെണ്ണുക്കരയിൽ നിന്നുള്ള മാതൃകയായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട പെണ്ണുക്കര കൂട്ടായ്മ എന്ന വാട്സപ്പ് ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ മികച്ച രീതിയിൽ വിപണി സൃഷ്ടിക്കുവാനും സാധിച്ചിരുന്നു. പെണ്ണുക്കരയിലെ വിവിധ സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലും ഈ ഗ്രൂപ്പ് മുൻപന്തിയിലാണ്. പുതിയ അധ്യയന വർഷം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് പ്രവാസിയായ ബിനു നാലുകണ്ടത്തിന്റെ സഹായത്തോടെ സമീപ പ്രദേശങ്ങളിലെ അർഹരായ 30 വിദ്യാർത്ഥികൾക്ക് കൂട്ടായ്മ പഠന കിറ്റ് വിതരണം നടത്തി. ആല ഗ്രാമപഞ്ചായത്ത് 4ാം വാർഡ് മെമ്പർ പ്രവീൺ മഞ്ചാടി ചടങ്ങിൽ പങ്കെടുത്തു. നാട്ടുചന്തയുടെ കമ്മിറ്റി അംഗങ്ങളായ രാഘവ് കുറുപ്പ്, സണ്ണി താനഞ്ചേരിൽ, രമേശ് പ്രസാദ്, ജിജി മണാർക്ക് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. 2 മിനിറ്റേ ഉള്ളൂ പറഞ്ഞു. എന്താണെന്നറിയത്തില്ല, കൂടുതൽ സംസാരിക്കുന്നത് വിചാരിച്ചായി. പക്ഷെ കൂടുതൽ സംസാരിക്കാനൊന്നുമില്ല, 2 വാക്കേ പറയാനുള്ളൂ. ഇതു പാഠമല്ലെന്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ് എന്നു പാടി വെച്ച കവികളുടെ കാലത്ത്, അതായത് എഴുത്തെഴുതി വെച്ച് ജപ്തിയുടെ കണക്കെഴുതി വെച്ച് തൂങ്ങി മരിക്കുന്ന കർഷകരുള്ള നാട്ടിൽ നിന്ന് നമ്മൾ തുടങ്ങി വെച്ച പരിവർത്തനമാണിത്. ഇന്ന് കർഷകർ തൂങ്ങി മരിക്കുന്നില്ല. എത്ര നാളായി ഒരു കർഷകൻ തൂങ്ങി മരിച്ചു എന്നൊരു വാർത്ത പത്രത്തിൽ കേട്ടിട്ട്? കുറെ നാളുകളായില്ലേ, കുറെ വർഷങ്ങളായില്ലേ? നേരത്തെ അതല്ലായിരുന്നു. നിരന്തരം കർഷകർ തൂങ്ങി മരിച്ച കഥകൾ മാത്രമേ നമുക്ക് കേൾക്കാനുള്ളായിരുന്നു. നമ്മളുടെ മുറ്റങ്ങളിൽ ചെണ്ട കൊട്ടി വരുന്ന ജപ്തിക്കാരുടെ കണക്ക് മാത്രമേ നമുക്ക് കേൾക്കാനുള്ളായിരുന്നു. അവരുടെ കഥ മാത്രമേ പറയാനുള്ളായിരുന്നു. നമ്മുടെ അയലത്തെ വീട്ടില് ജപ്തി നോട്ടീസ് ഒട്ടിച്ചു, അല്ലെങ്കിൽ കടക്കാര്, അല്ലെങ്കിൽ ബാങ്കുകാര് ചെണ്ട കൊട്ടി വന്നു എന്നൊക്കെ പറയാനായിരുന്നു നമ്മൾക്ക് നേരത്തെ നമ്മളുടെ കാതുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ പത്രങ്ങളിൽ അവസരമുണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് കവികൾ പാടി വെച്ചിടത്തു നിന്ന് ഇതുപോലുള്ള ചില നല്ല മനുഷ്യർ തുടങ്ങി വെച്ച പരിവർത്തനം ഇന്ന് ഈ മാവിൻ മുറ്റത്ത് ഇത്രയും ഈ നാടൻ കൃഷികൾ ഇവിടെ എത്തുകയും ഇത്രയും കർഷകർക്ക് ഇത്രയും പ്രയോജനം ചെയ്യുന്നൊരു ഇടമായി ഈ പുണ്യസ്ഥലം മാറുന്നുവെങ്കിൽ ഇതാണ് പരിവർത്തനം. നമ്മൾ തിരിച്ചറിയണം. ഇതോടൊപ്പം ഇവരുടെ വലിപ്പം കലയെ പ്രോത്സാഹിപ്പിക്കുന്നു. അതേപോലെ ഈ കഴിഞ്ഞ ആഴ്ച എന്നെ ഉൾപ്പെടെ കൊണ്ടുപോയി പെണ്ണുക്കര സ്കൂളിന്റെ പരിസരങ്ങൾ വൃത്തിയാക്കിക്കുന്നു. ഇപ്പോൾ അതാണ്ട് കുട്ടികൾക്ക്, പുതിയ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിലേക്ക് പോകാനുള്ള മുഴുവൻ സംവിധാനവും ഈ ഒരു നല്ല മനസ്സ്, അത് ഈ നാട്ടുചന്തയാണ് ആ നല്ല മനസ്സിനെ തേടി നമ്മുടെ മുന്നിൽ എത്തിച്ചത്. സി ഡി നെറ്റ് ന്യൂസ്, മാവേലിക്കര.